ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിന് വേണ്ടി നമ്മളെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ വേണ്ടത്? നമുക്കറിയാം, നമ്മുടെ ഏതാണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ പ്രിപ്പറേഷൻ നടത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും കഴിഞ്ഞൊരു വെബിനാറിലൊക്കെ നമുക്ക് വന്ന ഒരു ചോദ്യം, ആ ചോദ്യത്തിനൊരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തായിരുന്നു ചോദ്യമെന്ന്, അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചിന്തിക്കാം. നമുക്കറിയാം, നമ്മളെ ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ എന്താണ്, ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണ് അല്ലേ? ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മളെ ക്വാളിഫിക്കേഷൻ പ്രധാനമായിട്ട് എന്താണ്, ഡിഗ്രിയാണ് അവിടെ വരുന്നത്. ഡിഗ്രിക്ക് മുകളിൽ പഠിച്ചവരുണ്ടായേക്കാം, ഓക്കെ, അതല്ല, ഡിഗ്രിയാണ് നമ്മളിപ്പോൾ ഒരു ബേസ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഗ്രി ആകുമ്പോൾ നമ്മളൊരു PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരെ എന്താണ്, MCQ ടൈപ്പ് അല്ലേ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമാണ് പ്രധാനമായിട്ടും വരിക. അപ്പോൾ അതിലെങ്ങനെയാണ് പ്രധാനമായിട്ടും, അതായത് ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ അല്ലേ, ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ, അതിൽ നിന്നും ഒന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്. ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, സാധാരണ PSC എക്സാം പോലെ തന്നെ അറിയാവുന്നതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു ചോദ്യം, ഈ ഒരു MCQ, അതിൽ തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ സാധാരണ ചോദിക്കാറുണ്ട് അല്ലേ? അതിൽ പ്രധാനപ്പെട്ട ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതേപോലെ തന്നെ നമുക്കറിയാം അസേർഷൻ റീസൺ ടൈപ്പുള്ള ചോദ്യങ്ങൾ, പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ, പിന്നീട് സിനാരിയോ ബേസ്ഡ് ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട് അല്ലേ? പിന്നീട് മാച്ച് ദ ഫോളോയിങ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പല തരത്തിൽ നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ഉത്തരം കൊടുക്കുക, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എങ്ങനെ ഉത്തരം കൊടുക്കും നമ്മൾ? നോക്കിയേ, ഇവിടെ കൃത്യമായ രീതിയിൽ ചോദ്യം മനസ്സിലാക്കിയാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ? കൃത്യമായ രീതിയിൽ ചോദ്യം മനസ്സിലാക്കുക. ഏത് തരത്തിലുള്ള ചോദ്യമാണ് അത് എന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം, നമുക്ക് ചോദ്യത്തിന് ഒരു 3 തരംതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്നതുകൊണ്ട് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള മോഡറേറ്റ് ചോദ്യങ്ങൾ, നമ്മൾ ഇതുവരെ കാണാത്ത അങ്ങനെ വരുന്ന ചോദ്യങ്ങൾ ടഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദ്യങ്ങളെ ജസ്റ്റ് ഒന്ന് തരംതിരിക്കാം. ഇങ്ങനെ തരംതിരിച്ചാൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ആ ചോദ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുക, എങ്ങനെയാണ് അതിന് ഉത്തരം നമ്മൾ കണ്ടെത്തുക. സാധാരണ കഴിഞ്ഞൊരു ചോദ്യം ചോദിച്ചത് എന്താ വെച്ചാൽ, കൊമേഴ്സ് ബേസ്ഡ് പറയുന്ന എക്സാമുകളാണ്. ഒന്ന് സെറ്റ്, പിന്നെ നെറ്റ്, പിന്നെ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ HSST. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ പ്രിപ്പറേഷൻ നമ്മളെ എങ്ങനെ സഹായിക്കും, അതായിരുന്നു നമ്മളെ ചോദ്യം. അപ്പോൾ അതിന് ഉത്തരമാണ് ഇതിൽ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് കൊമേഴ്സ് സബ്ജക്റ്റ് ബേസ്ഡ് ആയുള്ള ചോദ്യങ്ങളാണ്. ഏതാണ്ട് ഇതേ പാറ്റേൺ അതെങ്കിൽ ഇതേ ഒരു സിലബസ് പ്രകാരമാണ് നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സിലബസ് ഏതാണ്ടൊക്കെ ശരിയാണ്, വ്യത്യാസങ്ങളുണ്ട്, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. HST ബേസ്ഡ് പറയുകയാണെങ്കിൽ കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട്. എന്നാലും കൊമേഴ്സ് ബേസ്ഡ് ആയ പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മളെ വളരെ ഹെൽപ്ഫുൾ ചെയ്യും. അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണം, അതായത് ഓരോരോ മൊഡ്യൂൾ വെച്ചിട്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സിലബസ് ആദ്യം എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. സിലബസിലെ ഓരോ ഏരിയ നമുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നമുക്ക് ഓരോ പരീക്ഷയ്ക്ക് വന്ന് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്തിനാൻ പറ്റും, ഒരു മുന്നേറ്റം നടത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദ്യങ്ങൾ ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യങ്ങൾ വായിച്ച് കൃത്യമായി നോക്കുക. കൃത്യമായി ചോദ്യങ്ങൾ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഉത്തരം കണ്ടുപിടിക്കുക. ഇത്തരത്തിൽ സിനാരിയോ ബേസ്ഡ് ഒക്കെ ആകുമ്പോൾ ഒരു സിറ്റുവേഷൻ പ്രധാനമായിട്ടും തരാ ചെയ്യാം. അപ്പോൾ ഈ സിറ്റുവേഷൻ തന്നാലോ, ആ സിറ്റുവേഷനിൽ ആരാണോ, അതായത് ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിലെ മാനേജറാണ് ഞാൻ, അതായത് A എന്ന വ്യക്തി ബിസിനസ്സിലെ മാനേജറാണെന്ന് പറയുമ്പോൾ ആ A എന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറണം. എന്നാൽ മാത്രമേ അതിന് കറക്റ്റായുള്ള ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പോൾ പ്രോപ്പറായിട്ട് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണെന്ന് മനസ്സിലാക്കുക, എവിടുന്ന് വന്നു എന്ന് മനസ്സിലാക്കുക, പ്രോപ്പറായിട്ട് ഉത്തരം കണ്ടുപിടിക്കാനും നിങ്ങൾ എന്ത് ചെയ്യാം, ശ്രമിക്കാം. ഇനി നമുക്കറിയാം, നമ്മളെ കുറച്ച് ചോദ്യങ്ങൾ, അതായത് ഇത്തരത്തിൽ HST, നെറ്റ്, സെറ്റ് തുടങ്ങിയവയിൽ നിന്നും ചോദിച്ച 2-3 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ഏരിയ തന്നെയാണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതും നമുക്ക് എന്താണ്, ഹെൽപ്ഫുൾ ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് നോക്കാം ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ ചോദ്യമാണ്, in which costing system are the costs ascertained only after they are
incurred and hence useful mainly for post-mortem analysis of cost behavior. ഇതാണ് ചോദ്യം. ഓക്കെ, ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താണ് കോസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് കോസ്റ്റ്. 4 കോസ്റ്റിംഗ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും ഉത്തരം വരിക? ഉത്തരം ഇതാണ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് അല്ലേ? എന്താ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വന്നിരിക്കുന്നത് നോക്കൂ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് വെച്ചാൽ കോസ്റ്റ് ഡാറ്റ ആഫ്റ്റർ ദി എക്സ്പെൻസ് ഹാവ് ആക്ച്വൽ ഹാസ് ബീൻ ഇൻകേർഡ് അല്ലേ? ഹിസ്റ്റോറിക്കൽ ആണ്. ഹിസ്റ്റോറിക്കൽ എന്നുള്ള വാക്കെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ശരിക്കും പറഞ്ഞാൽ പുറകിലോട്ട് അല്ലെ പഴയത് എന്ന് തന്നെയാണ് അവിടെ അർത്ഥങ്ങൾ വരുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ് കോസ്റ്റ് ഡാറ്റ ആഫ്റ്റർ ദി എക്സ്പെൻസ് ഹാവ് ആക്ച്വൽ ബി ഇൻകേർഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏതാണ്? ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് അവിടെ വരുന്നത്. നോക്കിയേ, ഇറ്റ് ഈസ് റെട്രോസ്പെക്റ്റീവ് ആൻഡ് യൂസ്ഫുൾ ഫോർ അനാലിസിസ് ഓഫ് പാസ്റ്റ് പെർഫോമൻസ് റാദർ ദാൻ കൺട്രോൾ ഓഫ് ഫ്യൂച്ചർ കോസ്റ്റ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് ഇത്തരത്തിൽ യൂസ് ചെയ്യാം, അതാണ് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യാനും കൂടി പറ്റും എന്നും കൂടി അവിടെ ഓർമ്മിപ്പിക്കുന്നു അല്ലേ? അടുത്തൊരു ചോദ്യം നോക്കിയേ, വിച്ച് കോസ്റ്റിംഗ് സിസ്റ്റം ഈസ് പ്രൈമർലി ഡിസൈൻഡ് ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് വാരിയസ് അനാലിസിസ് റാദർ ദാൻ കോസ്റ്റ് അസർടൈൻമെന്റ് അല്ലേ? ഈ താഴെ പറയുന്ന ഏത് കോസ്റ്റിംഗ് ടെക്നിക്കാണ് എന്ത് കോസ്റ്റ് കൺട്രോളിങ്ങിനും വാരിയസ് അനാലിസിസിനും ഏത് കോസ്റ്റ് അസർടൈനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചതാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിഫോം, ഹിസ്റ്റോറിക്കൽ, സ്റ്റാൻഡേർഡ്, അബ്സോർപ്ഷൻ കോസ്റ്റ്. 4 തരത്തിലുള്ള കോസ്റ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും മക്കളെ? നോക്കിയേ, യെസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണല്ലേ? അതായത് സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കാം. നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ചില സമയങ്ങളിൽ നമുക്കറിയാം ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ BIS ഹോൾമാർക്ക് മുദ്ര എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അല്ലേ? അവിടെ എന്താണ് ഇത്രയ്ക്ക് മുകളിൽ, തീരെ ചീപ്പാവാതെ ഇത്രയ്ക്ക് മുകളിൽ എന്ന രീതിയിൽ അവിടെ എന്ത് ചെയ്യും? ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും അല്ലേ? അത് ഇവിടുത്തെ കോസ്റ്റിങ്ങിലും അതേപോലെ എന്താണ് സ്റ്റാൻഡേർഡ് നിർണ്ണയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് നിർണ്ണയിച്ചതിന് ശേഷം അവിടെ ആക്ച്വൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യും. എന്താണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്? അതാണോ പറയുന്നത്? നോക്കിയേ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആൻഡ് കമ്പയർ ദം വിത്ത് ആക്ച്വൽ കോസ്റ്റ് അല്ലേ? ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ് ഏതുമായിട്ട്? ആക്ച്വൽ കോസ്റ്റുമായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു ചോദ്യമായിരുന്നു എങ്ങനെയാണ് പ്രോബ്ലം ബേസ്ഡ് ചോദ്യങ്ങൾ വരിക എന്നുള്ള കാര്യം അല്ലേ? പ്രോബ്ലം ബേസ്ഡ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഇതെന്താണ് ഒരു PSC നടത്തുന്ന എക്സാം ആണ്, ചുരുങ്ങിയ സമയം കൊണ്ട്. സാധാരണ PSCയുടെ സമയം മാത്രമേ ഇതിനുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കൊമേഴ്സിലെ ഫൈനൽ എൻട്രി അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് കാണാനുള്ള അത്രയ്ക്ക് ഭീകരമായ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിച്ചു കണ്ടിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇക്വേഷൻ വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. നോക്കിയേ, അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് ദ ഇഫ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആർ 50,000 ആൻഡ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഈസ് 70,000 വിച്ച് ഈസ് ദി പ്രോഫിറ്റ്. ഇവിടെ ഏതാണ് പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 50,000 കൊടുത്തിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ എത്ര? 70,000 കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നത് അല്ലേ? ഈസിയായിട്ട് നമുക്ക് അസിസ്റ്റൻറ്റ് ചെയ്യാം. കാരണം എന്താ, ഇവിടെ നമ്മൾ കോസ്റ്റിങ്ങിൽ പ്രധാനമായിട്ടും പഠിക്കുന്നതാണ് കോൺട്രിബ്യൂഷൻ, അതേപോലെ ഫിക്സഡ് കോസ്റ്റ്, പ്രോഫിറ്റ്, ഇതിൻ്റെ ഒക്കെ എന്താണ് സെയിൽസ്, ഇതിൻ്റെ ഒക്കെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നോക്കിയേ, ഉത്തരം യെസ് 20,000 ആണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഏതാണ്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് അവിടെ വരിക. അവിടെ 70,000 മൈനസ് 50,000 20,000 ആണ് അവിടെ എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് സാധാരണഗതിയിൽ എന്ത് ചെയ്യാനുള്ള പ്രോബ്ലം ബേസ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്. നമുക്കറിയാം നമ്മുടെ ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൽ ഒരുപാട്, അതായത് നമുക്കറിയാം നമ്മുടെ ലൈവ് സെഷനിലായിട്ടും റെക്കോർഡ് സെഷനൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ നമ്മൾ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ബോർഡ് നമ്പർ മുഖാന്തരം എന്ത് ചെയ്യാം? നമ്മളെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് നല്ലൊരു ജോലി നമുക്ക് എന്ത് ചെയ്യാം? കരസ്ഥമാക്കാൻ വേണ്ടി പറ്റട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നമ്മൾ ഒരു ഫോം കൊടുക്കുന്നുണ്ട്. ആ ഫോം ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൗട്ടുകൾ തീർക്കാം. കൂടാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ഒരു PYQ എന്ന രീതിയിൽ ഒരുപാട് വീഡിയോസ്, ഷോർട്സ് ഇറങ്ങാറുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടാതെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ്, ഫ്രീ ഗ്രൂപ്പിൽ ഇതേപോലെ തന്നെ PYQ ആയിട്ടും അതേപോലെ തന്നെ PDF നോട്ടുകളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ഗ്രൂപ്പിലും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിരുന്നു പറയാനുള്ളത് മക്കളെ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.